എത്രയാണെന്ന് പറയേണ്ടതുണ്ടോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പരിശുദ്ധമായ മദീനത്തെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് പറയുമായിരുന്നു, ഈ പരിശുദ്ധമായ പള്ളിയിൽ 1000 വർഷം ഞാൻ സേവനം ചെയ്യുന്നത്, ഇരുന്ന് നിസ്കരിക്കുന്നത്, അതിനേക്കാളൊക്കെയും എനിക്ക് കൂലിയുണ്ട്. വിശ്വാസിയായ മനുഷ്യന്റെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി മദീനയുടെ തെരുവുകളിലൂടെ നടക്കുന്നതാണ് ഇവിടെ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും സുന്നത്തായ കർമ്മങ്ങളെക്കാളും ഉത്തമമെന്ന് മഹാനായ ഖുർആനിന്റെ വ്യാഖ്യാതാക്കളുടെ നേതാവ്, നബിയുടെ കുടുംബക്കാരൻ തങ്ങളായ സ്വഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു, ഹസൻ ബസ്രി തങ്ങളെ മഹാനവരുടെ മുമ്പിൽ ഒരു പാവപ്പെട്ട ആൾ വന്ന് പറഞ്ഞു, ഹസൻ ബസ്രി തങ്ങളെ, എനിക്ക് ഇച്ചിരി പൈസ വേണം, പ്രയാസമുണ്ട്, കടം തരാൻ ഒരാൾ റെഡിയാൻ. ആ ആള് സാബിത്തുൽ ബുനാനി പറഞ്ഞാലേ കേൾക്കൂ. സാബിത്തുൽ ബുനാനിയോട് സംസാരിക്കാൻ എനിക്കറിയില്ല, നിങ്ങൾ സുഹൃത്തുക്കളാണല്ലോ, അതുകൊണ്ട് സാബിത്തുൽ ബുനാനിയോട് എന്റെ വിഷയത്തിൽ ആ മുതലാളിയോട് സംസാരിക്കാനൊന്ന് പറയണം. മഹാനായ സാബിത്തുൽ ബുനാനി പ്രഗൽഭനായ സാഹിദാണ്, പരിത്യാഗിയാണ്, ത്യാഗീവര്യനായ മഹാനാണ്, ഇബാദത്തിൽ ജീവിച്ച മഹാൻ, ഒരുപാട് കറാമത്തുകൾ കാണിച്ച ആള്. പക്ഷേ സാബിത്തുൽ ബുനാനിയെ കാണാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നപ്പോ സാബിത്ത് എന്നവര് പറഞ്ഞു, ഞാൻ ഈ പള്ളിയിൽ ഇബാദത്തിലാണല്ലോ, അതുകൊണ്ട് ഇവിടുന്ന് എഴുന്നേറ്റ് പോരാൻ എനിക്ക് കഴിയില്ല, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നേരെ പോയി ചെന്ന് പറഞ്ഞു ഹസൻ ബസ്രിയോട്, ഈ മനുഷ്യൻ, നിങ്ങളാ പറഞ്ഞ സാബിത്തുൽ ബുനാനി എന്റെ വിഷയത്തിൽ ഇടപെട്ടില്ല, അദ്ദേഹം പറഞ്ഞു ഇബാദത്താണ് വലുതെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ലോകപ്രശസ്തനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ വീട്ടിൽ, ഹബീബിന്റെ വഫാത്തിന് ശേഷം ആ വീട്ടിൽ വളർന്ന മോനാണ് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. ഹബീബിന്റെ മദീനയിലാണ് വളർച്ച. ബസ്റക്കാരനാണ്, മുഹദ്ദിസാണ്, ഫഖീഹാണ്, ഇജ്തിഹാദിന്റെ മഖാമിലെത്തി എന്ന ആളുകൾ അഭിപ്രായപ്പെട്ട പ്രഗൽഭനായ പണ്ഡിതൻ. മഹാനവറുകൾ തിരിച്ച് സാബിത്തുൽ ബുനാനിക്ക് കത്തെഴുതി, സാബിത്തേ, അതമുന്നു, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളുടെ നിസ്കാരവും നോമ്പും നിങ്ങളുടെ തസ്ബീഹുമാണ് ഇബാദത്തെന്ന് വിചാരിക്കുന്നുണ്ടോ? ലഅൻ തംശിയ മഅ അഖീകൽ മുസ്ലിമി, മുസ്ലിമായ നിങ്ങളുടെ കൂട്ടുകാരന്റെ കൂടെ കൈപിടിച്ച് ആ മനുഷ്യന്റെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി, അയാളുടെ ഒരു പ്രയാസം ദൂരീകരിക്കാൻ വേണ്ടി നിങ്ങൾ നടന്നു പോകുന്നത് ഖൈറും മിൻ അൽഫി റക്അ, 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളും കൂലി ഒരു പാവപ്പെട്ടവന്റെ ഒരു വിഷയം സാധിക്കാൻ കൊണ്ടുപോകുന്നത്. ഒരു റേഷൻ കാർഡ് നന്നാക്കാൻ, രജിസ്റ്റർ ചെയ്യാൻ, ആധാർ എടുക്കാൻ, അല്ലെങ്കിൽ ആ മനുഷ്യനൊരു ഒരു സഹായം എത്തിച്ചു കൊടുക്കാൻ, ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ, അയാളെ ടൗണിൽ എത്തിക്കാൻ, അയാൾക്ക് ആശുപത്രിയിലേക്ക് ഒരു അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചു കൊടുക്കാൻ, ഒരു ഡോക്ടറെ കാണിക്കാൻ, എന്താണോ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത്, ഒരു ഉപകാരം ഒരു മനുഷ്യന് ചെയ്യുന്നത് 1000 റക്അത്ത് സുന്നത്തിനേക്കാളും പുണ്യമാണെന്ന് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. ഇതിലും വലിയൊരു അത്ഭുതം നടന്നിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഖുറാസാനിൽ നിന്നാണ് യാത്ര പുറപ്പെടുന്നത്. പരിശുദ്ധമായ ഹജ്ജിന് വരുമ്പോ ആളുകളോട് മുഴുവനും പറഞ്ഞു, ഞാൻ ഹജ്ജിന് പോകുന്നു, കൂടെ വരുന്നോ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് എന്നവര് ഒരേ സമയം താജിറാണ്, അതേസമയം ആലിമാണ്, മുജാഹിദാണ്, ധർമ്മസമരം ചെയ്ത മഹാനാണ്, സാഹിദാണ്, പരിത്യാഗിയാണ്, കച്ചവടക്കാരനാണ്, ആലിമാണ്, മുഹദ്ദിസാണ്, തസൂഫിന്റെ ആലിമീങ്ങളിൽ പ്രഗൽഭനാണ്. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു മുതലാളിയായിരുന്നു. പക്ഷേ മുതലാളിമാരെ പോലെയല്ല ആ സമ്പത്ത് പാവപ്പെട്ടവർക്ക് ചെലവഴിച്ച ആള്. ആദ്യത്തെ ഹജ്ജിന് പോകുമ്പോ ആളുകളോട് ചോദിച്ചു, ആരൊക്കെയാണ് കൂടെ വരുന്നത്? നാട്ടുകാർ മുഴുവൻ കൂടി, എല്ലാവരും ഒരുമിച്ച് കൂടി മഹാനവരുടെ മുമ്പിലേക്ക്. ഖുറാസാനിൽ നിന്നാണ് വരുന്നത്. ഇറാന്റെ മേൽഭാഗം, അങ്ങ് റഷ്യയുടെ ഭാഗമാണ് ഖുറാസാൻ. മാവറ അന്നഹർ, ജയ്ഹൂനിന്റെയും സൈഹു നദിയുടെയും അപ്പുറം കിടക്കുന്ന നാടുകൾ, അവിടെ നിന്നാണ് വരുന്നത്. 4000 3000-ലേറെ കിലോമീറ്ററുകൾ മിനിമം ദൂരം വരും. ബൈ റോഡ് വരുമ്പോ, കരമാർഗം വരുമ്പോ ആ യാത്രയിൽ 100 കണക്കിന് ആളുകൾ. മഹാനവറുകൾ പറഞ്ഞു, ഈ യാത്രയിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഹജ്ജിന് ചെലവഴിക്കാനുള്ള കാശ് എന്റെ കയ്യിൽ നൽകണം, ഞാനത് സൂക്ഷിച്ച് ചെലവഴിക്കാം. ഓരോരുത്തരും കൊടുത്തു. ഹജ്ജിന് ഉപയോഗിക്കാൻ അവർ കണ്ടുവച്ച പൈസ മുഴുവൻ ഒരു പെട്ടിയിലാക്കി. പറഞ്ഞു, നിങ്ങളുടെ ആവശ്യം ഞാൻ നിർവഹിക്കും, ബാക്കി പൈസ നിങ്ങൾക്ക് തിരിച്ചു തരും. എല്ലാവരും സംതൃപ്തനാണ്. ഇത് പറ്റിക്കാത്ത മൂല്യരാണ്, അതുകൊണ്ടൊന്നും പേടിക്കാനില്ല, ധൈര്യമായിട്ട് പോയി അവർ ഹജ്ജ് ചെയ്തു. ഹജ്ജ് കഴിഞ്ഞ് മദീനയിലേക്ക് വന്നു.
മദീനയിൽ വന്നപ്പോ മഹാനവറുകൾ പറഞ്ഞു, മദീനയിൽ നിന്ന് നിങ്ങൾക്ക് ഗിഫ്റ്റ് വാങ്ങിക്കണ്ടേ, ഹദിയ വാങ്ങിക്കണ്ടേ, മക്കൾക്ക് എന്തെങ്കിലും സമ്മാനം വാങ്ങിക്കണ്ടേ? അതിന് പറ്റിയത് ഹബീബിന്റെ മദീനയാണ്. അതുകൊണ്ട് എല്ലാവരും സുക്കിലേക്ക് പോയിക്കോ, വാങ്ങിച്ചോ, പൈസ നിങ്ങളുടെ പൈസ ഞാൻ എടുത്ത് കൊടുത്തോളാം, പോയിക്കോ എന്ന് പറയാം. പൈസ ഞാൻ കൊടുക്കും, നിങ്ങൾ എന്ത് ചെയ്തോളൂ, വാങ്ങിച്ചോളൂ. അപ്പൊ അവരൊക്കെ അവനവന്റെ കഴിവനുസരിച്ച് വാങ്ങി, സമ്മാനം വാങ്ങിച്ചു. നാട്ടിലേക്ക് തിരിച്ചെത്താണ്, ഖുറാസാനിലേക്ക്. എത്തിയ ഉടനെ മഹാനവറുകൾ ബാക്കി പൈസ കൊടുക്കണ്ടേ, എല്ലാരും വിളിച്ചു വീട്ടിലേക്ക്. ഉസ്താദിന്റെ വക ഒരു ഭക്ഷണം, ഒരു ഫീസ്റ്റ്, ഒരു മീല് കൊടുക്കുകയാണ്, ഒരു ഭക്ഷണം. എല്ലാരും വിളിച്ചു, ഹജ്ജിന് വന്ന മുഴുവൻ ആളെയും. ഓരോരുത്തരുടെയും പേര് ചോദിച്ചിട്ട് ഓരോരുത്തരും അന്ന് ഏൽപ്പിച്ച പൈസയുടെ കിഴി തൊട്ടിട്ടില്ല. ആ കിഴി തപ്പിടിച്ചോ, ഓരോരുത്തർക്കും എടുത്തു കൊടുത്തു. ഇപ്പൊ ചിലരൊക്കെ എന്നാ പിന്നെ മദീനെന്ന് കുറച്ച് സമ്മാനം കുറച്ച് കൂടെ വാങ്ങിക്കായിരുന്നല്ലോ. സുബ്ഹാനല്ലാഹ്, 5 പൈസ എടുത്തിട്ടില്ല മനുഷ്യന്മാരുടെ. എല്ലാം ചെലവഴിച്ചതാരാ? അബ്ദുല്ലാഹിൽ മുബാറക് എന്നവരാണ്. സുബ്ഹാനല്ലാഹ്, എല്ലാവരും 5 പൈസ പോലും അവർക്ക് ചെലവായില്ല. എല്ലാം ചെലവഴിച്ചത് ഈ മഹാപണ്ഡിതൻ. യുദ്ധക്കളത്തിൽ ഇറങ്ങുന്ന കാലാണെന്ന്, യുദ്ധമുള്ള കാലമാണ്. മുഖം മൂടി ധരിച്ചിട്ടാണ് യുദ്ധത്തിലേക്ക് ഇറങ്ങുക, ആരും അറിയണ്ടെന്ന് വിചാരിച്ചിട്ട്. അത്രയും ധീരനായിരുന്നു, വലിയ ആബിദാണ്. ഒരുപാട് ചരിത്ര സംഭവങ്ങളുണ്ട്. രണ്ടാമത്തെ ഹജ്ജിന് വരികയാണ്, അവിടെയാണ് നമ്മുടെ വിഷയം. രണ്ടാമത്തെ ഹജ്ജിന് വരുമ്പോ ചോദിച്ചു, ആരൊക്കെയാണ് വരാനുള്ളത്, ആരൊക്കെയാണ് കൂടെ വരാനുള്ളത്? ഖുറാസാനുകാർ ഒരുപാട് പേരൊരുമിച്ച് ചേർന്നു. ഞങ്ങളുണ്ട്. പോവാ. ഈ പോകുന്ന ഹജ്ജ് സുന്നത്തായ ഹജ്ജാണ്. കഴിഞ്ഞ വർഷം പോയത് ഫർളായ ഹജ്ജാണ്. അവര് വരുന്നു, വന്ന് മദീനയോടടുക്കാറാകുന്നു. മദീനയോടടുക്കാറായി മദീന വഴിയാണ് മക്കത്തേക്ക് പോകുന്നത്. ജോർഡാൻ വഴിയാണ് അവർക്ക് വരേണ്ടത്. ഇറാഖിലൂടെ, തുർക്കിയുടെ ഒരറ്റത്തിലൂടെ, ഇറാനിന്റെ ഓരത്തുകൂടെ വന്ന് ഇറാഖിലേക്ക് കടന്നിട്ട് വേണം ഇന്നത്തെ സൗദിയായ അല്ലെങ്കിൽ ജസീറത്തുൽ അറബിലേക്ക് കടക്കാൻ. അങ്ങനെ കടന്നു വന്ന് മദീനയിലേക്ക് എത്താറായപ്പോൾ എന്ന് പറഞ്ഞാൽ 3000 കിലോമീറ്റർ അവര് മരുഭൂമിയിൽ യാത്ര ചെയ്തിട്ടുണ്ട്. 3000 കിലോമീറ്റർ. സുബ്ഹാനല്ലാഹ്, നമുക്ക് കാറിൽ യാത്ര ചെയ്യാൻ പറ്റും. എന്നൊക്കെ 3000 കിലോമീറ്റർ നേരെ ICU കൊണ്ടുകൊണ്ടുവരും ഊര ശരിയാക്കാൻ, അല്ലേ? നമ്മൾ കൊണ്ട് വയ്യ. സുബ്ഹാനല്ലാഹ്, 3000 കിലോമീറ്റർ യാത്ര കഴിഞ്ഞവർ വന്നിരിക്കുന്നു. ഒരു സ്ഥലത്ത് വിശ്രമിക്കാനിരിക്കുമ്പോൾ അവര് ജീവനുള്ള കോഴി, അങ്ങനത്തെ പക്ഷികൾ ഭക്ഷിക്കാൻ കൊണ്ടുവരും. അതിലൊരു പക്ഷി ചത്തുപോയിരുന്നു. ആ ചത്ത കോഴിയെ ഈ യാത്രയിൽ വന്ന ഒരു സുഹൃത്ത് വേസ്റ്റ് ഇടുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടു. അപ്പോഴാണ് ഒരു ചെറിയ പെൺകുട്ടി ഓടി വന്നിട്ട് ആ ചത്ത കോഴിയെ എടുത്തിട്ട് ഒറ്റ ഓട്ടം വീട്ടിലേക്ക്. അത് ആളുകൾ ശ്രദ്ധിച്ചു. ആളുകൾ ചോദിച്ചു അബ്ദുല്ലാഹി മുബാറക് തങ്ങളോട്, നിങ്ങൾ കണ്ടോ ഒരു കുട്ടി ആ ചത്ത കോഴി എടുത്തു പോയല്ലോ? അന്വേഷിക്കണം, എന്താണ് വിഷയമെന്ന് പഠിക്കണം. ചെറിയൊരു ഗ്രാമത്തിലാണ് അവർ എത്തിയത്, മദീന എത്തിയില്ല, എത്താറായിട്ടുള്ളൂ. ചെന്നു നോക്കും, എന്താ പ്രശ്നമെന്നോ? ജ്യേഷ്ഠത്തിയുണ്ട് അവിടെ, ഉമ്മയുണ്ട്. എന്താ നിങ്ങളുടെ പ്രശ്നം? എന്തിനാണ് ഈ ചത്ത കോഴിയെ കുഞ്ഞെടുത്തത്? നമുക്ക് ചത്തത് ഭക്ഷിക്കാൻ പാടില്ലല്ലോ. പറഞ്ഞു, ഞങ്ങൾ ആഴ്ചകളായി ഭക്ഷണം കഴിച്ചിട്ട് ഈ ചത്തത് ഞങ്ങളത് വൃത്തിയാക്കി വേവിച്ച് ഞങ്ങൾ കഴിച്ച് ജീവനടക്കാൻ വഴിയില്ലാതെ ബുദ്ധിമുട്ടിലാണ്. അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ മാത്രമല്ല, മദീനയിൽ കഴിയുന്ന ഒരുപാട് ആളുകൾ, ഈ പരിസരത്തുള്ള ഒരുപാട് ആളുകൾ പ്രയാസത്തിലാണ്. മഹാനായ അബ്ദുല്ലാഹിബ്ൻ മുബാറക് എന്നവർ ലോകത്താരും ചെയ്തിട്ടില്ലാത്തൊരു പണി ചെയ്യാൻ പോവുകയാണിവിടെ. എല്ലാവരെയും വിളിച്ചു, നിങ്ങളുടെ കയ്യിലെ മുഴുവൻ പൈസയും എന്റെ കയ്യിൽ ഏൽപ്പിക്കണം. ഇതിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്താനുള്ളത് മാത്രമാണ് കയ്യിൽ വെക്കേണ്ടത്. നമ്മൾ ഈ വർഷം ഹജ്ജിന് പോകുന്നില്ല. നമ്മുടെ ഹജ്ജ് ഈ നാട്ടുകാരെ സഹായിക്കലാണ്. നമ്മുടെ ഹജ്ജ് ഈ വർഷം നമുക്ക് സുന്നത്തായ ഹജ്ജില്ല. നമ്മൾ ഖുറാസാനിലേക്ക് തിരിച്ചു പോവുകയാണ്. ആളുകൾ ചോദിച്ചു, തിരിച്ചു പോവുകയാണോ? എന്ത് പറ്റി? പാവപ്പെട്ട ആളുകൾ വിശന്നിരിക്കുമ്പോൾ ഭക്ഷിക്കാൻ അന്നമില്ലാതെ ആഴ്ചകളും മാസങ്ങളുമായി കഷ്ടപ്പെടുന്ന ആളുകൾ ഒരു നാട്ടിൽ, നമ്മുടെ കുടുംബങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അവിടെ ശ്രേഷ്ഠമായത് കൊല്ലം പോയി ഹജ്ജ് ചെയ്യലല്ല, ഓരോ വർഷത്തെയും ഉംറയല്ല. ആ പൈസ നമ്മൾ പാവപ്പെട്ടവർക്ക് കൊടുക്കുകയാണ്. നാട്ടിലേക്ക് ഖുറാസാനിലേക്ക് തിരിച്ചു പോകാനുള്ള കാശ് മാറ്റിവെച്ചിട്ട് മുഴുവൻ സംഖ്യയും ആ ഗ്രാമത്തിൽ ചെലവഴിക്കാൻ പറഞ്ഞിട്ട് അവിടുന്ന് തന്റെ നാട്ടിലേക്ക് തിരിച്ചുപോകാൻ അബ്ദുല്ലാഹിബ്നുൽ മുബാറക് എന്ന ലോക പ്രശസ്തനായ പണ്ഡിതൻ.
എന്താണ് ഈ മാതൃക? അദ്ദേഹം പറഞ്ഞു, ഇതാണ് നമ്മുടെ ഹജ്ജ്, ഈ കൊല്ലത്തെ ഹജ്ജ് ഇതാണ്. എല്ലാ വർഷവും റമദാനിൽ ഉംറക്ക് പോകുന്നവർ, അല്ലാത്ത സമയത്ത് പോകുന്നവർ, നമ്മളാ ചെയ്യുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തും കട്ടപ്പാടുള്ള ആളുകളെ കണ്ടിട്ട് അവർക്കൊരു സഹായം ചെയ്യാതെയാണ് ആ പോകുന്നതെങ്കിൽ അള്ളാഹുവിന് വേണ്ടത് നിങ്ങളുടെ ഉംറയല്ല, അള്ളാഹുവിന് വേണ്ടത് നിങ്ങളുടെ ഹജ്ജല്ല, സുന്നത്തായ ഹജ്ജോ സുന്നത്തായ ഉംറയോ അല്ല. അള്ളാഹുവിന് വേണ്ടത് ഈ പാവപ്പെട്ടവരെ നീ സഹായിക്കണം. ലൗഷാ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ സർവരെയും സമ്പന്നന്മാരാക്കാൻ അള്ളാഹുവിന് കഴിയും. പക്ഷേ മനുഷ്യർക്കിടയിൽ ചിലർക്ക് അല്ലാഹു നൽകുകയും ചിലർക്ക് അല്ലാഹു നൽകാതിരിക്കുകയും ചെയ്യുന്നത് പാവപ്പെട്ടവന്റെ റിസ്ക് മുതലാളിയുടെ കയ്യിൽ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പാവപ്പെട്ടവന്റെ അവകാശം അവന് ലഭിക്കുന്നത്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. അല്ലാഹു ഭക്ഷണം ഏറ്റെടുക്കാത്ത ഒരു ജീവിയും ഒരു മനുഷ്യനും ലോകത്തില്ലെന്ന് പരിശുദ്ധ ഖുർആൻ. പിന്നെ എങ്ങനെയാ പട്ടിണി മരണം? അതിനർത്ഥം ആ പാവപ്പെട്ടവർക്ക് വേണ്ട ഭക്ഷണം അല്ലാഹു മുതലാളിയുടെ കയ്യിൽ ഏറെ കൊടുത്തിട്ടുണ്ട്. ഈ പാവപ്പെട്ടവർക്ക് കൂടെയുള്ള അർഹമായത് ഇവരുടെ കയ്യിലുണ്ട്. അവരത് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമാണ്. അവിടെ മുതലാളിക്ക് കൂലി കിട്ടും. പാവപ്പെട്ടവൻ അവന്റെ ക്ഷമക്ക് കൂലിയുണ്ട്, സഹനത്തിന് കൂലിയുണ്ട്, വിശപ്പ് സഹിച്ചതിന് കൂലിയുണ്ട്. എന്നാൽ മുതലാളിമാർ ചെയ്യുന്നത് അവരെ സേവനം ചെയ്യുന്നതോടൊപ്പം അവരവരുടെ ബാധ്യതയാണ് നിർവഹിക്കുന്നത് എന്നുകൂടെ മനസ്സിലാക്കണം.